ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2011 ഒരു ത്രില്ലർ സർവൈവൽ മൂവിയായിട്ട് പുറത്തിറങ്ങിയ എ ലോങ്ലി പ്ലേസ് ടു ഡൈ എന്ന് പറഞ്ഞൊരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഈ ഒരു മൂവിയുടെ വൺ ലൈനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇൻട്രസ്റ്റ് അങ്ങ് പോകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ തമ്പനയിൽ കണ്ടതിലും കൂടുതൽ കാര്യങ്ങൾ ഈ ഒരു മൂവിയിൽ നിങ്ങൾക്ക് കാണാനുണ്ട്. അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു മൂവി ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുപോലെയുള്ള സിനിമകൾ ഇനിയും കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതേപോലെ തന്നെ അടുത്തുള്ള ആ ഒരു ബെല്ലൈക്കണും എനേബിൾ ചെയ്ത് വെച്ചേക്കുക. ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു കഥ തുടങ്ങുമ്പോൾ സ്കോട്ട്ലാൻഡിലെ ഒരു വലിയ പർവ്വതം കാണിക്കുകയാണ്. അതിന് മുകളിലേക്ക് കുറച്ച് ക്ലൈംബേഴ്സ് ഉണ്ടല്ലോ, അവർ ഈ ഒരു മലയുടെ മുകളിലേക്ക് കയറാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മലയുടെ മുകളിലേക്ക് ആദ്യം കയറുന്ന ഒരുത്തനുണ്ട്. അവന്റെ പേര് റോബ് എന്നാണ്. അവനിപ്പോൾ മുകളിലേക്ക് കയറിയിട്ട് സേഫ് ആയിട്ടുള്ള സ്ഥലം കണ്ടുപിടിച്ച് അവനോടൊപ്പം താഴെ വരുന്നവരോട് അവരിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഓക്കെ, സേഫ് ആയിട്ടുള്ള സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ താഴെ നിൽക്കുന്നത് ആലിസൺ, അതേപോലെ തന്നെ എഡ് എന്ന് പറയുന്നത് നമ്മുടെ ഈ മൂവിയിലെ ഹീറോയിനാണ്. അപ്പോൾ റോബ് എന്തായാലും സേഫ് ആയിട്ടുള്ള സ്ഥലം കണ്ടുപിടിക്കുന്നത് വരെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും അവിടെ നിന്നിട്ട് ഇപ്പൊ ആലിസൺ എഡിനോട് പറയുന്നുണ്ട്, എൻ്റെ ഒരു ഫോട്ടോ എടുത്ത് തരുമോ എന്ന് ചോദിച്ച് അവളുടെ ഫോട്ടോ അവൻ എടുത്തു കൊടുക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ എഡിന്റെ ഫോട്ടോ ആലിസനും എടുത്തു കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് ഇവരുടെ മുകളിലൂടെ ഒരു പരുന്നുണ്ടല്ലോ, അതിങ്ങനെ വട്ടവിട്ട് പറക്കുന്നുണ്ട്. അങ്ങനെ കുറെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ റോബ് മുകളിൽ ആ ഒരു സേഫ് ആയിട്ടുള്ള സ്ഥലം കണ്ടുപിടിച്ചിട്ട് ഇവർക്ക് താഴേക്ക് ആ ഒരു കയറിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ അതിൽ പിടിച്ചിട്ട് മുകളിലേക്ക് കയറാനുള്ള ആ ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ എഡിന്റെ കാല് തെറ്റിയിട്ട് അവൻ പെട്ടെന്ന് താഴേക്ക് വീഴും. വീഴുന്ന വീഴ്ചയിൽ നമ്മുടെ ആലിസനെയും കൂടി പിടിക്കുന്നുണ്ട്. അപ്പോൾ രണ്ടുപേരും നേരെ താഴേക്ക് വന്നിട്ട് അധികം ദൂരേക്ക് പോകത്തില്ല, ആ ഒരു കയറിൽ തൂങ്ങിക്കിടന്ന് ചെറിയ രീതിയിൽ രണ്ടുപേർക്കും പരിക്ക് പറ്റുന്നുണ്ട്. അതുപോലെ നമ്മുടെ എഡ് തല കീഴായിട്ടാണ് വീഴുന്നത്. അവൻ നല്ലതുപോലെ പേടിക്കുമ്പോഴത്തേക്കും ആലിസൺ അവനെ സമാധാനപ്പെടുത്തുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ തല കീഴായിട്ട് കിടക്കുമ്പോൾ വേറെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ലല്ലോ. അപ്പൊ ഇത് കണ്ട റോബ് മുകളിൽ നിന്ന് ആ ഒരു കയറെടുത്ത് താഴേക്കിട്ട് റോബും പെട്ടെന്ന് താഴേക്കിറങ്ങിയവരാണ് ഇവരെ രക്ഷിക്കാൻ വേണ്ടി. അത് കഴിഞ്ഞ് നമ്മുടെ റോബ് ഇവരെ രണ്ടുപേരെ രക്ഷപ്പെടുത്തിയിട്ട് നേരെ മുകളിലേക്ക് കയറുന്നു. അവസാനം ഇവര് മൂന്നുപേരും ആ ഒരു മലയുടെ മുകളിലേക്ക് കയറുന്നുണ്ട്. അങ്ങനെ ഈ ഒരു ക്ലൈംബിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഇവര് നേരെ തിരിച്ചിറങ്ങിയവരാണ്. വരുന്ന വഴിക്ക് റോബർട്ടിനോട് ചോദിക്കുന്നുണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു ചോദിക്കുമ്പോൾ ആ ഒരു അഡ്രാലിൻ കൂടിയുണ്ടല്ലോ, ആ ഒരു അവസ്ഥയാണ് അവന്. അപ്പോഴാണ് നമ്മുടെ ആലിസൺ എഡിനെ പിടിച്ചെടുത്തിട്ട് അവനോട് പറയുന്നത്, അല്ല ഈ ഒരു അവസ്ഥയാണെങ്കിൽ ഇനിയുള്ള ക്ലൈംബിങ്ങിന് നീ വരണോ? കാരണം ക്ലൈംബ് ചെയ്യുമ്പോഴത്തേക്കും നല്ല ശ്രദ്ധ വേണം, ചെറിയൊരു ശ്രദ്ധക്കുറവ് മതി, കൂടെ ഉള്ളവർക്ക് പോലും അപകടം സംഭവിക്കും. അതുപോലെ ഇനി നമ്മൾ കയറാൻ പോകുന്ന ആ ഒരു മലയുടെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ട് ആരും രക്ഷിക്കാൻ പോലും വരത്തില്ല എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ എഡിനോട് പറഞ്ഞു കൊടുത്ത് അത് കഴിഞ്ഞ് ഇവർ മൂന്നുപേരും അവിടെ നിന്ന് നേരെ വരുന്നത് മറ്റൊരു കപ്പിൾസിന്റെ അടുത്തേക്കാണ്. അവരുടെ പേര് അലക്സ് ആൻഡ് ജെനി. അപ്പൊ ഇവർ രണ്ടുപേരും ഇവരോടൊപ്പം ജോയിൻ ചെയ്തിട്ട് അടുത്തൊരു മല കയറാനായിട്ട് പോകുന്നത്. അങ്ങനെ ഇവർ അഞ്ചുപേരും പരസ്പരം പരിചയപ്പെടുന്നു. അതിലാണെങ്കിൽ റോബ് ഇപ്പൊ സംഭവിച്ച ആ ഒരു കാര്യം ഉണ്ടല്ലോ, എഡിന് ആ ഒരു കാര്യമെല്ലാം പറഞ്ഞ് നമ്മുടെ ആലിസൺ ഇപ്പോൾ ഇവർ താമസിക്കുന്ന ആ ഒരു വീടിനകത്തേക്ക് കയറി പോകുമ്പോഴത്തേക്കും ഇവരുടെ സ്വന്തമല്ല ഈ ക്ലൈംബേഴ്സിന് താമസിക്കാൻ പറ്റിയൊരു സ്ഥലം ഇവിടെ വെളിയിൽ കാണിക്കുമ്പോൾ റോബ് എഡിനെ ഇവർക്ക് രണ്ടുപേർക്കും പരിചയപ്പെടുത്തി കൊടുക്കും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും അകത്തേക്ക് കയറി വരുമ്പോൾ നമ്മുടെ എഡ് റോബിനോട് പറയുന്നുണ്ട് ഈ ഒരു റൂമിനകത്ത് എന്തോ ഒരു സ്മെല്ലുണ്ടെന്ന് പറയുമ്പോൾ റോബ് നേരെ അടുത്തുള്ള ആ ഒരു ജനാല ഇങ്ങനെ തുറന്നു വെക്കും. അത് കഴിഞ്ഞിട്ട് റോബ് നമ്മുടെ ആലിസിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവളാണെങ്കിൽ രണ്ട് മദ്യക്കുപ്പിയെല്ലാം കണ്ടുപിടിച്ചിട്ട് അത് കഴിഞ്ഞ് അവളുടെ കയ്യിൽ ആ ഒരു മുറിവുണ്ടല്ലോ, ഇപ്പൊ സംഭവിച്ച ആ ഒരു ആക്സിഡന്റ് അതിങ്ങനെ നോക്കുകയാണ്. എന്നിട്ട് ആ ഒരു മുറിവെല്ലാം മരുന്ന് വയ്ക്കുന്നുണ്ട്. അതേസമയം എഡാണെങ്കിലോ അവന്റെ കയ്യിലുള്ള ഒരു ഫോൺ എടുത്ത് ആരെയും വിളിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ ഒരു സ്ഥലത്ത് എന്തായാലും സിഗ്നൽ കിട്ടത്തില്ല എന്നുള്ള കാര്യം ഇപ്പോഴേ മനസ്സിലായേ. അത് കഴിഞ്ഞ് നമ്മുടെ ആലീസ് ഇപ്പോൾ കുളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് അവൾക്ക് ഇപ്പോഴും ആ ഒരു ആക്സിഡന്റ് സംഭവിച്ച കാര്യമുണ്ടല്ലോ അതിനെപ്പറ്റി തന്നെയാണ് ചിന്തിക്കുന്നത്. കാരണം ആ ഒരു കാര്യത്തിൽ ഷോക്കിംഗ് ആയിപ്പോയി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് രാത്രി ആകുമ്പോഴത്തേക്കും ഈ ഒരു ഗ്രൂപ്പ് എല്ലാവരും കൂടി ചേർന്ന് ഇപ്പൊ ഫുഡ് എല്ലാം കഴിച്ചിട്ട് ചെറിയൊരു പാർട്ടിയെല്ലാം നടത്തുന്നു. അത് കഴിഞ്ഞിട്ട് ഇവർ കാർഡ് വെച്ചിട്ട് ഈ ഒരു ഗെയിം എല്ലാം കളിക്കുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു ഗെയിം കളിക്കുമ്പോഴത്തേക്കും നമ്മുടെ റോബ്, ജെന്നി, ആലിസൺ ഇവര് മൂന്നുപേരും തോറ്റുപോകും. ബാക്കിയുള്ളത് അലക്സും നമ്മുടെ എഡും മാത്രമാണ്. അപ്പൊ ഇവര് രണ്ടുപേരും നല്ല രീതിയിൽ കളിച്ചിട്ട് ഇതിൽ അലക്സ് ജയിച്ചു എന്നും പറഞ്ഞ് അവന്റെ കാർഡ് എടുത്ത് ഇങ്ങനെ കാണിക്കുമ്പോൾ എഡ് ഒന്നും മിണ്ടാതിരിക്കും. അപ്പോഴാണ് നമ്മുടെ എഡ് പെട്ടെന്ന് അവന്റെ കാർഡ് എടുത്ത് കാണിക്കുമ്പോൾ എഡ് ആൾറെഡി തന്നെ ജയിച്ചിരുന്നു. അപ്പൊ ഇതുകൂടി സംഭവിച്ചത് നമ്മുടെ അലക്സിന് അത് അംഗീകരിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ നമ്മുടെ റോബ് ഇടയ്ക്ക് കയറിയിട്ടേ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ അലക്സ് എഡിന് എന്തൊക്കെയോ പറഞ്ഞിട്ട് എന്തോ ഒരു പണം എടുത്ത് ഇങ്ങനെ എറിയുന്നുണ്ട്. അത് കാണുമ്പോഴത്തേക്കും നമ്മുടെ എഡ് വല്ലാണ്ടായിട്ട് അലക്സിന് തിരിച്ചു പറയുമ്പോൾ അലക്സിന്റെ ഭാര്യ ജെന്നി അവനെ സമാധാനപ്പെടുത്തി നേരെ റൂമിലേക്ക് കൊണ്ടുപോവാണ്. അങ്ങനെ ബാക്കി ഇവര് മൂന്നുപേരും അവിടെ ഇരുന്ന് മദ്യവെച്ചിട്ടാണ്. അടുത്തൊരു ഫോട്ടോ ഉണ്ട് ഒരു വലിയ മലയുടെ. അത് കാണുമ്പോൾ നമ്മുടെ റോബ് അതിലേക്ക് നോക്കിയിട്ട് ആലിസിനോട് പറയുന്നുണ്ട് ഈ ഒരു മല അറിയോ, 70ഓളം പേരാണ് ഇതിന് മുകളിൽ കയറിയിട്ട് മരണപ്പെട്ടത്. അതുപോലെ ഇതിന് മുകളിൽ നിന്ന് ആരെങ്കിലും ഒരാളെ താഴേക്ക് വീണ് കഴിഞ്ഞാൽ 30 സെക്കൻഡുകൾ എടുത്തിട്ടേ അവർ താഴേക്ക് എത്തത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ നല്ലൊരു ചാൻസ് ആണ്, നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ട് ഇവർ കൈപിടിച്ച് പ്രാർത്ഥിക്കുന്നു. ആ ഒരു സമയത്ത് നമ്മുടെ എഡ് ജനാലയിലൂടെ നോക്കുമ്പോൾ ആ ഒരു വലിയ മല അവന് കാണാൻ കഴിയുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നല്ല ഇരുട്ടും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത ദിവസം ഇവരെല്ലാവരും ആ ഒരു ക്ലൈംബിങ്ങിന് പോകാനായിട്ട് റെഡി ആവാണ്. ബാഗും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മുടെ റോബോ, അലക്സും ഈ ഒരു കാലാവസ്ഥ എങ്ങനെയാണെന്നെല്ലാം നോക്കുന്നുണ്ട്. അപ്പൊ ആലിസൺ പറയും എന്തായാലും നമുക്ക് വെസ്റ്റ് സൈഡിലേക്ക് പോകണ്ട, നോർത്ത് സൈഡിലേക്ക് പോവാം
എന്നെല്ലാം പറഞ്ഞ് ജെന്നിയോട് ചോദിക്കും, അല്ല നിങ്ങൾ ഫുഡെല്ലാം എടുത്തു വെച്ചോന്ന് ചോദിക്കുമ്പോൾ അതെ, കൊണ്ടുപോകുമ്പോഴത്തേക്കും കഴിക്കാനുള്ള സ്നാക്സും മറ്റു കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഇപ്പൊ അവർ ആ ഒരു മലയുടെ മുകളിലേക്ക് നടന്നു പോവാണ്. അപ്പൊ അതിനടുത്തേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കാടിനുള്ളിലൂടെ കുറച്ച് ദൂരം നടക്കണം. അങ്ങനെ കുറെ നേരം നടന്നതിന് ശേഷം ഇവരെല്ലാവരും കുറച്ച് റെസ്റ്റ് എടുത്ത് ഈ ഒരു ഫുഡെല്ലാം ഇങ്ങനെ കഴിക്കാണ്. അങ്ങനെ അവർ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ എഡ് എന്തോ ഒരു കാര്യം പറയുമ്പോൾ അലക്സിന് ഇന്നലത്തെ ആ ഒരു ദേഷ്യം ഉണ്ടല്ലോ, അവനിടയ്ക്ക് വീണ്ടും ഒരു കമന്റ് പറയുമ്പോഴത്തേക്കും അത് നമ്മുടെ എഡിന് ഇഷ്ടപ്പെടുത്തില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ അടുത്ത് നിന്ന് മാറിയിക്കാം എന്നും പറഞ്ഞ് എഡ് അവിടെ നിന്ന് എഴുന്നേറ്റ് കുറച്ച് മാറി ഇങ്ങനെ വരും. അപ്പോൾ നമ്മുടെ റോബ് പറയുന്നുണ്ട്, ഓക്കെ 2 മിനിറ്റിനുള്ളിൽ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് പോകണം എന്നും പറഞ്ഞ് നമ്മുടെ ജെനി ആലീസ് ആണെങ്കിലോ അവിടെ ഇരുന്നിട്ട് ഈ ഒരു സ്ഥലം ഉണ്ടല്ലോ അത് നല്ലതുപോലെ അതിന്റെ ആ ഒരു സൗന്ദര്യം ഇവർ ആസ്വദിക്കുന്നുണ്ട്. അപ്പോഴേക്കാണ് നമ്മുടെ എഡിനെ കാണിക്കുമ്പോൾ അവനിപ്പോ കുറെ ദൂരം നടന്നു വരുന്ന സമയത്ത് പെട്ടെന്ന് ആരോ അലറുന്നൊരു ശബ്ദം. അപ്പൊ ഇത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ എഡിന് എന്തായാലും ശരിയായിട്ട് തോന്നില്ല. അപ്പൊ അവൻ ഈ ഒരു കാര്യം അവന്റെ ടീമിലുള്ള എല്ലാവരെയും വിളിച്ചിങ്ങനെ അറിയിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും ആദ്യം ഒരു കാര്യം കേൾക്കുമ്പോഴത്തേക്ക് അവർ പറയും, ഹേയ് നിനക്കത് തോന്നിയതായിരിക്കും എന്നെല്ലാം പറഞ്ഞിട്ട് നമ്മുടെ റോബ് പറയും, ഇത് കാടല്ലേ, അങ്ങനെ പല കാര്യങ്ങളും കേൾക്കും, നീ എന്ത് തിരിച്ചു വരാൻ പറയുമ്പോൾ. അപ്പോൾ നമ്മുടെ എഡ് എന്തായാലും അത് സീരിയസ് ആയിട്ടാണ് പറഞ്ഞത്. ഇത് കണ്ട ആലീസ് നേരെ അവന്റെ അടുത്തേക്ക് വന്നിട്ട് ഓക്കെ എന്തോ രീതി ചോദിക്കുമ്പോൾ ഇതുപോലൊരു ശബ്ദം കേട്ടു, നീ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കാൻ പറയും. അപ്പൊ ആലീസൻ ഒരുപാട് നേരം അവിടെ നിന്ന് ആ ഒരു ശബ്ദം എന്താണെന്ന് കേൾക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവൾ അത്ര നേരം അവിടെ നിന്നിട്ടും ആ ഒരു ശബ്ദം കേൾക്കുന്നില്ല. നീ പറഞ്ഞതുപോലെ ഇവിടെ ശബ്ദമൊന്നും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ അവൻ പറയില്ല, ഞാൻ സത്യമായിട്ട് കേട്ടിരുന്നു. ആലീസൻ പറയും, അതെന്തെങ്കിലും അനിമൽ ആയിരിക്കും എന്ന് പറയുമ്പോൾ ഇല്ലില്ല, അതൊരു മനുഷ്യനെ പോലെ എനിക്ക് തോന്നി എന്ന് പറയുന്നത് നമ്മുടെ ആലീസൻ ബാക്കിയുള്ള എല്ലാവരെയും അവിടേക്ക് വിളിച്ചിട്ട് ഈ ഒരു കാര്യം പറഞ്ഞ് കുറച്ചു നേരം അവിടെ നിന്ന് അത് കേൾക്കാനായിട്ട് ശ്രമിക്കാൻ പറയുമ്പോൾ നമ്മുടെ എഡ് പറഞ്ഞത് ശരി തന്നെയാണ്, ഒരു മനുഷ്യൻ കരയുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പൊ ഇതുകൂടി ആവുന്നതും ഇവരെന്തായാലും അത് സീരിയസ് ആയിട്ട് എടുത്തിട്ട് നമ്മുടെ റോബ് എന്താ ചെയ്യുന്ന വെച്ചാല് ഓടിച്ചെന്ന് അവന്റെ ബാഗ് ഉണ്ടല്ലോ അതും എടുത്ത് ആ ഒരു ശബ്ദം എവിടെ നിന്നാണ് കേൾക്കുന്നത് എന്നറിയാൻ വേണ്ടി ഇവരെല്ലാവരും ആ ഒരു കാന്റെ പല ഭാഗങ്ങളിൽ ഇങ്ങനെ അന്വേഷിച്ച് നോക്കുന്നുണ്ട്. നോക്കുമ്പോഴത്തേക്കാണ് കുറച്ച് ദൂരെയായിട്ട് ഒരു ട്യൂബ് ഈ ഒരു മണ്ണിനടിയിൽ നിന്ന് മുകളിലേക്ക് വന്ന് നിൽക്കുന്നു. അപ്പൊ അതിനുള്ളിൽ നിന്നാണ് ഈ ഒരു ശബ്ദം കേൾക്കുന്നത്. അപ്പൊ ആലീസൻ ഓടി അവിടേക്ക് വന്നിട്ട് തിരിച്ച് ആ ഒരു ട്യൂബിനുള്ളിലൂടെ സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെയാണ് മറ്റൊരു ടെസ്റ്റ് ആ ഒരു ട്യൂബിനുള്ളിൽ നിന്ന് കേൾക്കുന്നത്, ഒരു ചെറിയ പെൺകുട്ടിയുടെ ശബ്ദം. പക്ഷെ ഇതൊരിക്കലും ഇംഗ്ലീഷ് അല്ല, വേറെ ഏതോ ഒരു ലാംഗ്വേജ് ആണ്. ഇവർക്കാണെങ്കിൽ ആ ഒരു ലാംഗ്വേജ് മനസ്സിലാവുന്നില്ല. അപ്പൊ ഇത് കണ്ട് ഇവർ എല്ലാവരും പേടിച്ചു പോയിട്ട് എന്തായാലും ഇതിനടിയിലായിരിക്കും ആ ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞ് പെട്ടെന്ന് ആ ഒരു സ്ഥലം അവിടുത്തെ മണ്ണെല്ലാം ഇവരെല്ലാവരും കൂടി ചേർന്ന് ഇങ്ങനെ മാറ്റുകയാണ്. അങ്ങനെ ആ ഒരു മണ്ണെല്ലാം മാറ്റി നോക്കുമ്പോഴത്തേക്കാണ് ഒരു തടി പലകയുണ്ടല്ലോ അതിങ്ങനെ കിടപ്പുണ്ട്. അങ്ങനെ അതുകൂടി തുറന്നു നോക്കുന്നതും ഒരു തടി പോലെയുള്ള വലിയൊരു ബോക്സിനുള്ളിൽ ഒരു ചെറിയ പെൺകുട്ടിയെ അടച്ചിട്ടേക്കുന്നു, അത് ഈ ഒരു കാടിനകത്ത്. അതുപോലെ അലക്സ് ആണെങ്കിലോ തുറക്കുമ്പോഴത്തേക്ക് അടിക്കാൻ വേണ്ടി ഒരു വടിയും പിടിച്ചിങ്ങനെ നിൽക്കുമായിരുന്നു വേറെ എന്തെങ്കിലും ആണെങ്കിൽ. അങ്ങനെ നമ്മുടെ റോബ് ആ ഒരു പെൺകുട്ടിയെ മുകളിലേക്ക് ആക്കാൻ വേണ്ടി കൈ ഇങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കും ഇവള് പെട്ടെന്ന് അവന്റെ കയ്യിലേക്ക് കടിച്ചു കൊടുക്കും. കാരണം വേറെ ഒന്നല്ല, അവൾ നല്ലതുപോലെ പേടിച്ചിട്ടുണ്ട്. അങ്ങനെ ഇതുകൂടി ആവുന്നത് നമ്മുടെ ജെനി പെട്ടെന്ന് ആ ഒരു ബോക്സിലേക്ക് ചാടി ഇറങ്ങി. കാരണം ഒരു സ്ത്രീയെ കാണുമ്പോഴത്തേക്ക് എന്തായാലും ആ ഒരു പെൺകുട്ടി കുറച്ച് സമാധാനമാവുമല്ലോ. അങ്ങനെ അവളെ പൊക്കിയെടുത്ത് നേരെ മുകളിലേക്ക് കൊണ്ടുവന്നിട്ട് അവൾക്ക് കുടിക്കാനായിട്ട് ആദ്യം ഇതിന് വെള്ളമെല്ലാം കൊടുത്ത് അവളെ കുറച്ച് സമാധാനിപ്പിച്ച് അത് കഴിഞ്ഞ് നമ്മുടെ ജെന്നി അവളോട് പേരിങ്ങനെ ചോദിക്കാണ്. അപ്പൊ ഇവരുടെ ലാംഗ്വേജ് അല്ലാത്തത് കൊണ്ട് തന്നെ ആ ഒരു പെൺകുട്ടിക്ക് അത് മനസ്സിലാക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്നിരുന്നാലും അവൾക്ക് അറിയാവുന്ന രീതിയിൽ അവൾ എന്തൊക്കെയോ പറഞ്ഞ അവസാനം അന്നാന്നിങ്ങനെ പറയും. അപ്പൊ ഇതിലൂടെ തന്നെ അവർക്ക് മനസ്സിലായ ആ ഒരു പെൺകുട്ടിയുടെ പേര് അന്നാന്നാണെന്ന്. അപ്പൊ നമ്മുടെ എഡിന് ഈ ഒരു പെൺകുട്ടിയുടെ ഭാഷ അറിയാമെന്ന് തോന്നുന്നു. പക്ഷെ അവന് കുറച്ച് കാര്യങ്ങൾ മാത്രമേ അറിയത്തുള്ളൂ, വലുതായിട്ട് അവൻ പഠിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് മുഴുവനായിട്ടും ട്രാൻസ്ലേറ്റ് ചെയ്യാനും അവനെ കൊണ്ട് എന്തായാലും കഴിയത്തില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഓക്കെ എന്തായാലും ഈ ഒരു പെൺകുട്ടിയെ ഇവിടെ അടച്ചിട്ടവന്മാര് അവരെന്തായാലും ദുഷ്ടന്മാരാണെന്ന് നമ്മുടെ ജെനി പറയുമ്പോൾ അലക്സ് പറയും, ഓക്കെ എന്തായാലും ഇവൾക്ക് വേണ്ടപ്പെട്ടവർ അവരേക്ക് തിരിച്ചു വരും, അതുവരെ നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ജെന്നി പറയും, ഈ അടച്ചിട്ടവരോ ഒരിക്കലും അല്ല, നമുക്ക് ഇവളെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോകാം, അതാണ് ഇപ്പൊ ചെയ്യേണ്ടതെന്നും പറഞ്ഞ് ഇവരിപ്പോ ഇവിടെ നിന്നും ഈ ഒരു കാടിനുള്ളിൽ നിന്നും ഇവിടെ അടുത്തായിട്ടൊരു വില്ലേജ് ഉണ്ട്, അവിടേക്ക് പോകാനായിട്ടുള്ള ആ ഒരു മാപ്പ് നമ്മുടെ റോബും അതേപോലെ തന്നെ എഡും ഇവർ രണ്ടുപേരും നിന്ന് നോക്കുമ്പോഴത്തേക്കും അടുത്തുള്ള ആ ഒരു വില്ലേജിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഏകദേശം 43 കിലോമീറ്റർ ഇവർ നടന്നു പോകണം. അത് ഭയങ്കര ദൂരമാണ്. അത് ഇങ്ങനെ കറങ്ങി വേണം പോകാനായിട്ട്, അത് ഈ ഒരു മലയെല്ലാം കഴിഞ്ഞ്. അപ്പൊ അലക്സ് പറയും, ഹേയ് അതിനൊന്നും ആവശ്യമില്ല, നമുക്ക് എന്തായാലും സെൽഫോൺ ഉപയോഗിച്ചിട്ട് ആരെയും വിളിക്കാൻ ശ്രമിക്കാന്ന് പറയുമ്പോൾ നേരത്തെ തന്നെ നമുക്കറിയാലോ ഈ ഒരു സ്ഥലത്ത് എന്തായാലും സിഗ്നൽ കിട്ടത്തില്ലാന്ന്. അപ്പൊ ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ റോബ് പറയുന്നത്, നമുക്ക് ആ ഒരു വില്ലേജിലേക്ക് എത്താനായിട്ട് മറ്റൊരു വഴിയുണ്ട്. കാരണം ഇവിടെ നിന്ന് ഒരു 3 കിലോമീറ്റർ ഈ ഒരു വശത്തേക്ക് പോയി കഴിഞ്ഞാൽ 2 മല ഇടുക്കുകളുണ്ട്. അത് കഴിഞ്ഞ് അപ്പുറത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ വെറും 4 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. നമുക്ക് ആ ഒരു വില്ലേജിലേക്ക് പെട്ടെന്ന് തന്നെ എത്താൻ കഴിയും. പക്ഷെ അവിടേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മല ഇടുക്ക് കഴിഞ്ഞ് അപ്പുറത്തേക്ക് പോകണം. അത് കുറച്ച് റിസ്കി ആയിട്ടുള്ള കാര്യമാണ്. ഇതിപ്പോ ആര് ചെയ്യുന്ന ആലോചിക്കുമ്പോഴത്തേക്കാണ് റോബ് പറയുന്നത്, ഞാനും ആലീസനും കൂടി ആ ഒരു കാര്യം ചെയ്യാം. അപ്പൊ അലക്സ് പറയും, അല്ല ഈ ഒരു ചെറിയ പെൺകുട്ടിയെ ഒരു മലയുടെ മുകളിലേക്ക് കയറ്റി ഇറങ്ങി കൊണ്ടുപോകാനാണോ, അതൊരിക്കലും കഴിയത്തില്ല എന്ന് പറയുമ്പോൾ റോബ് പറയും, ഇല്ലില്ല നമ്മൾ എല്ലാവരും പോകുന്നില്ല, ഞാനും ആലീസനും നമ്മൾ രണ്ടുപേരും കൂടി പോയിട്ട് സഹായത്തിനായിട്ട് ആരെങ്കിലും വിളിച്ചോണ്ട് വരാം, നിങ്ങൾ അപ്പോഴത്തേക്ക് ആ ഒരു വഴിക്ക് വന്നാൽ മതി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ആലീസൺ ഉണ്ടല്ലോ, അവളാണെങ്കിൽ ഇതിനു മുന്നേ ആ ഒരു മലയുടെ മുകളിലേക്ക് കയറിയിട്ട് ചെറിയൊരു ആക്സിഡന്റ് സംഭവിച്ചു. എന്നിരുന്നാൽ ഈ ഒരു പെൺകുട്ടിയെ രക്ഷിക്കാനുള്ള കാര്യമായതുകൊണ്ട് തന്നെ അവൾ എന്തായാലും അവനോടൊപ്പം പോകാനായിട്ട് തയ്യാറാവും. അങ്ങനെ നമ്മുടെ അലക്സിന്റെ കയ്യിൽ റോബ് ഈ ഒരു മാപ്പ് കൊടുത്തിട്ട്
റോബും ആലിസനും ആ ഒരു മലയുടെ അടുത്തേക്ക് ഇങ്ങനെ ഓടിപ്പോവാണ്. അങ്ങനെ കുറെ ദൂരം ഈ ഒരു കാടിനുള്ളിലൂടെ ഇവര് രണ്ടുപേരും അങ്ങനെ ഓടി വന്നിട്ട് അവസാനം ആ ഒരു മല എടുക്കണ്ടല്ലോ അവിടേക്ക് വരുന്നു. കാണിക്കുമ്പോഴത്തേക്കാണ് അതിന്റെ നടുവിലൂടെ ഒരു പുഴ പോകുന്നുണ്ട്. ഇത് ഇറങ്ങിയിട്ട് വേണം അതിനപ്പുറത്തേക്ക് ഇവർക്ക് ചെല്ലാനായിട്ട്. അങ്ങനെ ആദ്യം നമ്മുടെ ആലീസിനോട് റോബ് ഇറങ്ങാൻ പറയും. അങ്ങനെ അവൾ ആദ്യം താഴേക്ക് ഇറങ്ങാനായിട്ട് തയ്യാറാവുമ്പോഴത്തേക്കും നേരത്തെ സംഭവിച്ച ആ ഒരു അപകടം അതിന്റെ ആ ഒരു പേടി അവൾക്കുണ്ട്. എന്നിരുന്നാലും അവൾ പതിയെ കയറിൽ പിടിച്ചിട്ട് താഴേക്ക് ഇങ്ങനെ ഇറങ്ങാണ്. അങ്ങനെ ആലീസൻ പതിയെ ആ ഒരു താഴേക്ക് ഇറങ്ങിയിട്ട് അവൾ താഴേക്ക് നോക്കുമ്പോഴത്തേക്കും ഇവിടെ നിന്നും കുറച്ച് താഴേക്ക് പോകാനായിട്ട് കുറച്ച് ഡിഫിക്കൽട്ടാണ്. ആ ഒരു കാര്യം റോബിനോട് പറയുമ്പോൾ റോബ് പറയും, ഇല്ല ആലീസൻ നിന്നെ കൊണ്ട് കഴിയും, എന്തായാലും നീ താഴേക്ക് പോകും എന്ന് പറഞ്ഞ് അവൾക്ക് ഇത്തിരി മോട്ടിവേഷൻ കൊടുക്കുമ്പോൾ അവളെ കൊണ്ട് കഴിയുന്നില്ല. അതുകൊണ്ട് റോബ് പറയും ശരി ഞാനും വരാമെന്നും പറഞ്ഞ് അവനും പെട്ടെന്ന് ഒരു കയറും എടുത്ത് നേരെ താഴേക്ക് ചാടി ഇങ്ങനെ ഇറങ്ങാണ്. അങ്ങനെ കുറെ ദൂരം താഴേക്ക് വരുമ്പോഴത്തേക്കാണ് നമ്മുടെ ആലീസിന്റെ അടുത്തേക്ക് എത്താറാവുന്നതും പെട്ടെന്ന് അവന്റെ കയറ് പൊട്ടിയിട്ട് റോബ് അങ്ങനെ ആ ഒരു കയർ ഉൾപ്പെടെ നേരെ താഴേക്ക് വീഴുന്നു. അത്ര ഉയരം നിന്നും താഴേക്ക് വീണത് കൊണ്ട് തന്നെ റോബ് താഴെ വീണിട്ട് അവൻ മരിക്കുകയും ചെയ്തു. ഈ ഒരു കാര്യം കൂടി കാണുന്നതും ആലീസൻ നല്ലതുപോലെ പേടിച്ച് അവിടെ ഇങ്ങനെ വിറച്ച് നിൽക്കാണ്. കാരണം താഴെ അവന്റെ ബോഡി കിടക്കുന്നു. ഇതും കണ്ട് പേടിച്ച് തന്നെ നിൽക്കും. അതേസമയം ഈ ഒരു കാടിനുള്ളിൽ കാണിക്കുമ്പോൾ ഇവരെല്ലാവരും അന്ന എന്ന് പറഞ്ഞ ആ ഒരു ചെറിയ പെൺകുട്ടിയെ കൊണ്ട് ഇങ്ങനെ നടന്നു വരുന്നു. ആ ഒരു സമയത്താണ് അവൾ പേടിച്ച് ഒരു ഒറ്റ ഓട്ടം മുന്നിലേക്ക്. ഇത് കണ്ട എഡ് അവളുടെ പുറകെ തന്നെ വന്നിട്ട് പെട്ടെന്ന് അവളെ ഇങ്ങ് പിടിച്ചു നിൽക്കും. അപ്പൊ അലക്സും വന്ന് അവളെ പിടിച്ചു വയ്ക്കുന്നുണ്ട്. കാരണം വേറെ ഒന്നല്ല, ഈ രണ്ട് ആണുങ്ങൾ കൂടെ ഉള്ളത് കൊണ്ട് അവൾ നല്ലപോലെ പേടിച്ചു പോയി. അപ്പോൾ നമ്മുടെ ജെനിയാണ് അവളെ അടുത്തേക്ക് വിളിച്ചിരുത്തിയിട്ട് ഇപ്പൊ ജെനിയെ കെട്ടിപ്പിടിച്ച് ആ ഒരു പെൺകുട്ടി അവരോടൊപ്പം നടന്നു പോകും. അതേസമയം ഇവിടെ നമ്മുടെ ആലീസിനെ കാണിക്കുമ്പോൾ അവൾ ആ ഒരു മലയുടെ മുകളിൽ നിന്ന് പിടിച്ച് താഴേക്ക് ഇറങ്ങാണ്. ഇത്തവണ അവളുടെ കയ്യിൽ കയറില്ല. കാരണം ആ ഒരു കയർ ഉൾപ്പെടെയാണല്ലോ നമ്മുടെ റോബ് നേരെ താഴേക്ക് പോയത്. അതുകൊണ്ട് തന്നെ അത്രയും പാടാണ്. അങ്ങനെ പിടിച്ച് താഴേക്ക് ഇറങ്ങുമ്പോൾ ഒരു ചെറിയ പാറ പീസ് മുകളിൽ നിന്ന് ഉരുണ്ടു വരുന്നുണ്ട്. ജസ്റ്റ് മിസ് അവളുടെ തലയിൽ ഇടിക്കാതെ അങ്ങ് പോവും. പക്ഷെ അത് കഴിഞ്ഞ് രണ്ടാമതോ വേറൊരു പാറ നേരെ മുകളിൽ നിന്ന് താഴേക്ക് വന്ന് അവളുടെ ദേഹത്തേക്ക് ഇടിക്കുന്നതും ഇത്തവണ നമ്മുടെ ആലീസിന്റെ പിടിവിട്ട് അവൾ നേരെ താഴേക്ക് പോകും. അങ്ങനെ താഴേക്ക് വീഴുമ്പോൾ ഈ ഒരു മരത്തിലും അതേപോലെ തന്നെ ചില്ലകളിലെല്ലാം ഇടിച്ച് അവൾ ഇടിച്ചിടിച്ച് നേരെ വീഴുന്നത് വെള്ളത്തിലേക്കാണ്. അങ്ങനെ ആ ഒരു വെള്ളത്തിലേക്ക് താഴ്ന്നു പോകുന്നതും കുറെ ദൂരം ചെല്ലുമ്പോൾ അവൾക്ക് വീണ്ടും ബോധം വന്ന് പെട്ടെന്ന് കണ്ണു തുറന്ന് അവൾ മുകളിലേക്ക് നീന്തി കയറും. അങ്ങനെ കരയിലേക്ക് കയറുമ്പോഴത്തേക്കാണ് അവിടെ നമ്മുടെ റോബ് മരിച്ചു കിടക്കുന്നു. അതുമല്ല അവൾ വീണ വീഴ്ചയിൽ നല്ലതുപോലെ ക്ഷീണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ കുറച്ചു നേരം ആ ഒരു കരയിൽ അങ്ങനെ കിടക്കും. അങ്ങനെ ആലീസൻ കിടക്കുമ്പോഴത്തേക്കാണ് അവൾ പെട്ടെന്ന് ഒരു സ്വപ്നം കാണുന്നത്. എന്താണെന്ന് വെച്ചാല് ആ ഒരു ചെറിയ പെൺകുട്ടിയെ ഒരു ബോക്സിനുള്ളിൽ അടച്ചിട്ടല്ലോ, അതുപോലെ തന്നെ നമ്മുടെ ആലീസനെയും ആരോ കൂടിനുള്ളിൽ അടച്ചിട്ടേക്കുന്നു. അവൾ പേടിച്ച് നിലവിളിച്ചിട്ട് ഇത് തുറക്കാനെല്ലാം ശ്രമിക്കുമ്പോൾ ആരും പ്രതികരിക്കുന്നില്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്കാണ് അവൾ കണ്ണു തുറക്കുന്നത്. ഇത്രയും നേരം കണ്ടത് ആ ബോധമില്ലാതെ കിടന്ന സമയത്ത് അവൾ കണ്ട സ്വപ്നമായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് അവൾ എഴുന്നേറ്റ് നേരെ റോബിനടുത്തേക്ക് ചെന്നിട്ട് അവന്റെ ശരീരം അങ്ങനെ തൊട്ട് ആ ഒരു കയറുണ്ടല്ലോ അത് വലിച്ചെടുത്ത് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് ഒരു ട്വിസ്റ്റ്. സത്യം പറഞ്ഞാല് ഇത് ആക്സിഡന്റലി ഈ ഒരു കയർ ഒരിക്കലും പൊട്ടിയതല്ല, ഇതാരോ കട്ട് ചെയ്ത് വിട്ടതാണ് എന്നുള്ള കാര്യം അവൾക്ക് അപ്പോഴാണ് മനസ്സിലാവുന്നത്. അപ്പോ ആരോ ഒരാള് ഇവിടെ ചതിയനായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി അവൾ നേരെ ഇവരുടെ അടുത്തേക്ക് ഓടുകയാണ്. അതേസമയം ഇവർ മൂന്നുപേരും മഞ്ഞയും കൊണ്ട് ഇങ്ങനെ നടന്നു പോകുന്നു. അതുപോലെ ഈ ഒരു പാറയും മലയെല്ലാം കഴിഞ്ഞിട്ട് ഇവർ കുറെ ദൂരം നടന്നു ചെല്ലുമ്പോൾ അവിടെയാണ് മറ്റൊരു കാര്യം. രണ്ട് വേട്ടക്കാര് കുറെ ദൂരെയായിട്ട് ഇവരെ എയിം ചെയ്തിങ്ങനെ ഇരിക്കുന്നുണ്ട്. അതിലൊരുത്തൻ ഇവരെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി എയിം ചെയ്യുമ്പോഴത്തേക്കും കൂടെ എല്ലാം പറയും, ഏയ് ഇപ്പൊ എന്തായാലും ഷൂട്ട് ചെയ്യണ്ട, അവർ കുറച്ച് ദൂരെയാണ്, നമുക്ക് കുറച്ചുകൂടി മുന്നിലേക്ക് ചെന്നിട്ട് അവരെ ഷൂട്ട് ചെയ്യാന്നും പറഞ്ഞ് ഇവര് രണ്ടുപേരും കുറച്ചുകൂടി മുന്നിലേക്ക് വന്നിട്ട് ഇവരെ ഷൂട്ട് ചെയ്യാനായിട്ടുള്ള മറ്റൊരു സ്ഥലം കണ്ടുപിടിച്ച് ഇങ്ങനെ കിടക്കുമ്പോഴത്തേക്കാണ് ഇവരുടെ പിറകെ വേറെ രണ്ടുപേരിങ്ങനെ വരുന്നു. എന്നിട്ട് ആ രണ്ടുപേരും ഇവരുടെ അടുത്തേക്ക് വന്നിട്ട് അവരോട് പറയുന്നുണ്ട്, ഏയ് ഈ ഹണ്ടിങ് സീസൺ എല്ലാം കഴിഞ്ഞല്ലോ, പിന്നെന്താ നിങ്ങൾ രണ്ടുപേരും ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ ഇവര് പറയും, അതൊക്കെ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തോളാം, നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ ആ വന്ന രണ്ടുപേരിൽ ഒരാള്, അല്ല ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഈ ഒരു തോക്ക് എന്തിനാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്, കാരണം ഈ രണ്ട് തോക്കുകളും ഹണ്ടിങ്ങിന് വേണ്ടിയിട്ടുള്ളതല്ല എന്നും പറഞ്ഞിട്ട് ഇവരോട് വഴക്കിട്ട് അവസാനം ഇവിടെ വന്ന രണ്ടുപേരുണ്ടല്ലോ അവര് രണ്ടുപേരും ആ ഒരു വേട്ടക്കാരെ അവിടെ വെച്ച് കൊല്ലുകയും ചെയ്യുന്നു. എന്നിട്ട് അവരുടെ ആ ഒരു തോക്കും എടുത്ത് ഇവര് രണ്ടുപേരും അവിടെ നിന്ന് പോകുന്നതും ഇപ്പോൾ മറ്റൊരിടത്ത് കാണിക്കുമ്പോൾ ഒരു കാറ് ഈ ഒരു മലയുള്ള ഭാഗത്തേക്ക് ഇങ്ങനെ വരികയാണ്. അതിൽ ഒരു 3 പേരുണ്ട്, ആൻഡി, ഡാർക്കോ, പിന്നെ വേറൊരുത്തൻ, അവന്റെ പേരെന്താണെന്ന് അറിയത്തില്ല. ഇപ്പൊ ഇവര് 3 പേര് ഈ ഒരു കാറും കൊണ്ട് അവിടേക്ക് പോകുന്നത് എന്തിനാണെന്ന് വെച്ചാല് അവരൊരിക്കലും കില്ലർമാരല്ല, അന്നയുടെ അച്ഛൻ ഇവരെ പറഞ്ഞു വിട്ടതാണ്. വേറെ ഒന്നുമല്ല, അന്നയുടെ അച്ഛൻ വലിയൊരു പണക്കാരനായതുകൊണ്ട് തന്നെ അന്നയെ ആ രണ്ടുപേര് നേരത്തെ ആ ഒരു വേട്ടക്കാരെ കൊന്നല്ലോ, അവര് രണ്ടുപേരും തട്ടിക്കൊണ്ടുവന്ന് ഈ ഒരു കാടിനകത്ത് ഒളിപ്പിച്ചു വെക്കുമായിരുന്നു. അപ്പൊ അവരുടെ അടുത്ത് നിന്ന് അന്നയെ രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇവരെ 3 പേരെയും അന്നയുടെ അച്ഛൻ ഇപ്പോൾ ഇവിടേക്ക് പറഞ്ഞു വിട്ടിട്ടുള്ളത്. അതേസമയം ഇവിടെ നമ്മുടെ ആലീസിനെ കാണിക്കുമ്പോൾ അവളിപ്പോൾ എങ്ങനെയെങ്കിലും ഓടിയിട്ട് അവസാനം അവളുടെ കൂടെയുള്ളവരുണ്ടല്ലോ നമ്മുടെ എഡ്, അലക്സ്, ജെന്നി, ഇവരെ 3 പേരെ കണ്ടുപിടിച്ച് ഇപ്പൊ അവരോട് ഈ ഒരു കാര്യം പറയാണ്. എന്താന്ന് വെച്ചാല് ഇവിടെ വേറെ ആരൊക്കെയുണ്ട്, അവർ നമ്മളെ കൊല്ലാൻ ശ്രമിക്കുന്നു എന്നുള്ള കാര്യം. പക്ഷെ ആലീസൻ ഈ ഒരു പുഴയുടെ അപ്പുറത്ത് സൈഡായതുകൊണ്ടും വെള്ളം നല്ലതുപോലെ പോകുന്നത് കൊണ്ടും ആലീസൻ പറയുന്നത് എന്താണെന്ന് ഇവർക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നില്ല. അപ്പൊ ആലീസൻ പറയും, ശരി ഈ ഒരു പുഴയുടെ കുറച്ചുകൂടി അങ്ങോട്ട് വാ, അവിടെ വെച്ച് ഞാൻ എല്ലാ കാര്യവും പറയാന്ന് പറഞ്ഞിട്ട് കാണിക്കുമ്പോൾ അത് അവർക്ക് മനസ്സിലായി. അപ്പൊ ഇവർ ചോദിക്കാല്ല റോബ് എവിടെയെന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് അവൻ മരിച്ചുപോയി എന്നുള്ള ആ ഒരു കാര്യം അവൾ കൈവച്ച് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നത്.
അപ്പൊ ഈ ഒരു കാര്യം കൂടി കാണുമ്പോൾ എല്ലാവരും നല്ലതുപോലെ വിഷമിക്കും. അങ്ങനെ ആലീസൻ വിളിച്ച് ആ ഒരു വശത്തേക്ക് പോകാനായിട്ട് ഇവരെല്ലാവരും നിൽക്കുമ്പോഴത്തേക്കാണ് അന്ന എന്ന് പറഞ്ഞ ആ ഒരു ചെറിയ പെൺകുട്ടിയുടെ മുഖത്തേക്ക് ക്യാമറ ഇപ്പോൾ കാണിക്കുന്നത്. എന്താണെന്ന് കാണിക്കുമ്പോൾ അവളുടെ മുഖത്തേക്ക് രക്തം വന്ന് വീഴുന്നു. വേറെ ഒന്നുമല്ല, അന്നയെ തട്ടിക്കൊണ്ടുപോയിട്ടുള്ള ആ രണ്ടുപേരുണ്ടല്ലോ, ഇവരെ ഇപ്പോൾ കണ്ടുപിടിച്ച് നമ്മുടെ ജെന്നി അവർ ഷൂട്ട് ചെയ്യും. അപ്പോൾ ജെന്നി വെടികൊണ്ട് നേരെ വെള്ളത്തിലേക്ക് വീഴുമ്പോൾ അന്നയുടെ കൈ പിടിച്ചിട്ട് അവളെയും വലിച്ചാണ് വെള്ളത്തിലേക്ക് വന്ന് വീഴുന്നത്. എന്നിട്ട് ബാക്കിയുള്ളവരെ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോഴത്തേക്കും അവരിപ്പോൾ പല വഴിക്കേനെ ഓടുന്നു. ഈ ഒരു സമയത്ത് നമ്മുടെ ആലീസിനെ അവർ ഷൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ആലീസ് നേരെ വെള്ളത്തിലേക്ക് എടുത്തൊരു ഒറ്റച്ചാട്ടം. അതുപോലെ നമ്മുടെ അന്നയെ കൂടി കണ്ടുപിടിക്കണമല്ലോ. അങ്ങനെ വെള്ളത്തിലേക്ക് വീണിട്ട് അന്നയുടെ പുറകെ ഒഴുകിപ്പോയി. അവസാനം ചെറിയൊരു കുത്തൊഴുക്കുണ്ട്. അവിടേക്ക് വരുമ്പോഴത്തേക്കും ഇവരെല്ലാവരും അടിയിലേക്ക് മുങ്ങിപ്പോയി. അപ്പോൾ നമ്മുടെ ആലിസൺ വെള്ളത്തിന് അടിയിലേക്ക് പോയിട്ട് അന്നയെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുമ്പോൾ മരിച്ചുപോയ ജെന്നിയുടെ ശരീരമാണ് അവൾ കാണുന്നത്. അത് കണ്ട് പേടിച്ച് അവൾ നേരെ മുകളിലേക്ക് വന്ന് ഇനിയും അന്നയെ കണ്ടുപിടിച്ചേ പറ്റും, അതുകൊണ്ട് ഒന്നുകൂടി താഴേക്ക് പോയി. അവസാനം നമ്മുടെ അന്നയെ അവൾ കണ്ടുപിടിച്ച് നേരെ മുകളിലേക്ക് കൊണ്ടുവരും. അങ്ങനെ മുകളിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മുടെ അന്നയ്ക്ക് ബോധമില്ല. അവൾ ഒരുപാട് വെള്ളം കുടിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ ആലിസൺ അവൾക്ക് ഫസ്റ്റ് എയ്ഡ് എല്ലാം കൊടുത്ത് അവളെ ഒരു വിധത്തിൽ ബോധത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ഇപ്പൊ അവളെ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കാണ് അവന്മാർ രണ്ടുപേരും അവിടേക്ക് വന്ന് ഇവരെ രണ്ടുപേരെ ഷൂട്ട് ചെയ്യുന്നു. അപ്പൊ ഇത് കണ്ട നമ്മുടെ അന്നയാണെങ്കിലും പേടിച്ച് അതിന് മുകളിലേക്ക് കയറി ഒരു ഒറ്റ ഓട്ടം. ആലിസൺ അവിടെ കിടക്കുമ്പോൾ അതിലൊരുത്തനുണ്ടല്ലോ, അവൻ ആലിസനെ നോക്കി അവളോട് ഓടാനായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, എന്താന്ന് ശരിവരിട്ട് കളിപ്പിക്കാൻ വേണ്ടി. അങ്ങനെ ഇത് കണ്ട് നമ്മുടെ ആലിസൺ പെട്ടെന്ന് മുകളിലേക്ക് കയറിയിട്ട് അവളും നല്ലതുപോലെ ഓടും. ഇവിടെ നമ്മുടെ അന്നയാണെങ്കിലും ഒരുപാട് ദൂരം ഓടി ഓടി വന്നിട്ട് അവസാനം ഒരു കല്ലിന് പുറയിലായിട്ട് അവളിങ്ങനെ ഒളിച്ചിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് ആലിസൺ നേരെ മുകളിലേക്ക് വന്ന് അവസാനം അലക്സിനെ കണ്ടുപിടിക്കും. ഇവര് രണ്ടുപേരും കണ്ടു. ഇതിലെ നമ്മുടെ എഡ് ഉണ്ടല്ലോ, അവൻ എവിടെയാണെന്ന് അറിയാൻ കഴിയുന്നില്ല. ഇവര് രണ്ടുപേരും അന്നയെ വിളിക്കുമ്പോൾ അവളാണെങ്കിൽ പ്രതികരിക്കുന്നതുമില്ല. ഇപ്പൊ അന്നയെ കാണിക്കുമ്പോഴത്തേക്കും അവള് ആ ഒരു കല്ലിന് പുറകിലായിട്ട് ഒളിച്ചിരിക്കുമ്പോൾ ഇവരുടെ കൂടെയുള്ള ഒരുത്തൻ അതിലെ നടന്നു വന്ന് അവളിങ്ങനെ കാണുന്നുണ്ട്. പെട്ടെന്നാണ് അന്നയുടെ പുറകിലൂടെ ഒരുത്തൻ വന്ന് അവളുടെ വായങ്ങും ഓടുന്നു. അത് വേറെ ആരുമല്ല, നമ്മുടെ എഡ്. എന്നിട്ട് അന്നയോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞ് ഓക്കെ ബാ നമുക്ക് പുറകിലേക്ക് പോകാന്ന് പറഞ്ഞിട്ട് അവളെയും വിളിച്ച് ഇവര് രണ്ടുപേരും പുറകിലേക്ക് ഇങ്ങനെ നടന്നു വരുന്നത്. പെട്ടെന്നാണ് ഒരു പക്ഷി അവിടെ നിന്ന് പറന്നങ്ങ് പോകുന്നത്. ഈ ഒരു ശബ്ദം കേട്ട ആ ഒരു വില്ലൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഇവരെ രണ്ടുപേരെയും കണ്ടു. എന്നിട്ട് അവൻ തിരിഞ്ഞ് ഇവരെ രണ്ടുപേരെ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ എഡ് അന്നയെ പൊക്കിയെടുത്ത് ഇങ്ങനെ ഓടാണ്. അപ്പൊ അവന്റെ കൂടെയുള്ള മറ്റൊരുവനാണെങ്കിലും ഇവരെ രണ്ടുപേരെ ഷൂട്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ എയിം ചെയ്യുമ്പോൾ അതിനു മുന്നേ തന്നെ എഡ് ഒരു കുഴിയിലേക്ക് ഇറങ്ങും. പക്ഷെ അവന്റെ കാല് സ്ലിപ്പായിട്ട് രണ്ടുപേരും ഉരുണ്ട് നേരെ താഴേക്ക് പോവാണ്. അന്നെ കുറച്ച് മുകളിലേക്ക് കിടക്കുമ്പോഴത്തേക്കും എഡ് ഉണ്ടല്ലോ, അവനിപ്പോൾ ഉരുണ്ട് നേരെ താഴേക്ക് വന്ന് ഒരു മരത്തിൽ വന്ന് ഇടിച്ച് അത് കഴിഞ്ഞ് ഒരു കമ്പിലേക്ക് വന്ന അവന്റെ കാലൊരു ഒറ്റയിടി, കാലിന് നല്ലതുപോലെ പരിക്ക് പറ്റിയിട്ടുണ്ട്. എന്നിരുന്നാലും അവൻ നിൽക്കത്തില്ല. നമ്മുടെ അന്നയെ പിടിച്ച് അവളെയും വലിച്ചെടുത്ത് ഇങ്ങനെ ഓടാണ്. കുറെ ദൂരം ഓടി ചെല്ലുമ്പോഴത്തേക്കാണ് നമ്മുടെ ആലീസിനെയും അതേപോലെ തന്നെ അലക്സിനെ ഇവർ കണ്ടുമുട്ടുന്നത്. അങ്ങനെ ഇവരെല്ലാവരും വീണ്ടും ഒത്തുകൂടിയിട്ട് ഇനിയിപ്പോ എന്ത് ചെയ്യും? നമ്മുടെ എഡിനാണെങ്കിൽ അധികം ഓടാനും കഴിയത്തില്ല, അവന്റെ കാലും വയ്യ. ആലീസിൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ ആ ഒരു കൊലയാളികളുണ്ടല്ലോ, അവര് രണ്ടുപേരും ഇവരെ അന്വേഷിച്ച് ദൂരെ നിന്ന് നടന്നു വരുന്നുണ്ട്. ഇപ്പൊ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോയേ പറ്റൂ. അപ്പൊ അലക്സ് പറയും എഡിന് എന്തായാലും ഇവിടെ നിന്ന് എരിക്കാൻ കഴിയത്തില്ല, അതുപോലെ അവർക്ക് വേണ്ടത് നമ്മളെയല്ല അന്നയാണ്, അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നമ്മുടെ അലക്സ് ഉണ്ടല്ലോ, അവൻ ഈ ഒരു അന്നയെ എടുത്തുകൊണ്ട് ഓടുന്നത് പോലെ ഒരു ബാഗും പിടിച്ച് കയ്യിൽ വെച്ച് മറ്റൊരു വശത്തേക്കിനെ ഓടാണ്. അപ്പൊ അവരുടെ ശ്രദ്ധ നമ്മുടെ അലക്സിന്റെ പുറകെ പോകും. അങ്ങനെ ഇവര് രണ്ടുപേരും അലക്സിന്റെ പുറകെ വന്നിട്ട് അലക്സിന്റെ ദേഹത്തേക്ക് ഷൂട്ട് ചെയ്യും. അലക്സ് അങ്ങനെ വന്ന് താഴേക്ക് വീണിട്ട് അവൻ ഒരു വിധത്തിൽ ചാടി എഴുന്നിട്ട് ഇതിൽ കൂടി ആരോഗ്യമുള്ളത് കൊണ്ട് തന്നെ അവൻ പിന്നെ ഓടുമ്പോൾ അതിലൊരുത്തൻ അലക്സിന്റെ കാലിലേക്ക് ഷൂട്ട് ചെയ്യും. അങ്ങനെ അലക്സ് നേരെ താഴേക്ക് വന്ന് വീഴുമ്പോൾ ഇവര് രണ്ടുപേരും അലക്സിന്റെ അടുത്തേക്ക് വന്നിട്ട് അവനെ തിരിച്ചു കിടത്തി നോക്കുമ്പോഴത്തേക്കാണ് അലക്സ് സത്യം പറഞ്ഞാല് ഇവരെ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ ത്യാഗം ചെയ്യുമായിരുന്നു. കാരണം അവനോടൊപ്പം അത് ഒരിക്കലും അന്നയല്ലല്ലോ, ഇവന്മാരെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു കാര്യം ചെയ്തത്. അങ്ങനെ ഇവര് രണ്ടുപേരും നമ്മുടെ അലക്സിനെ ഷൂട്ട് ചെയ്ത് കൊല്ലുമ്പോഴത്തേക്കും അവന്റെ ഭാര്യയായിട്ടുള്ള ജെന്നി അവള് മരിച്ച ആ ഒരു കാര്യം ആലോചിച്ച് അലക്സ് അവിടെ വെച്ച് മരിക്കുകയാണ്. അപ്പൊ അവരവിടെ നിൽക്കുന്ന ആ ഒരു ഗ്യാപ്പില് നമ്മുടെ എഡും ആലീസനും അന്നയെ കൊണ്ടൊരു മലയുടെ മുകളിലേക്ക് വന്നിട്ട് എഡിനാണെങ്കിൽ കാല് വയ്യ, എന്നിരുന്നാലും അവൻ ആ ഒരു കയറ് കെട്ടി ഈ ഒരു മലയുടെ താഴേക്ക് പതിയെ ഇറങ്ങാണ്. അങ്ങനെ താഴേക്ക് ഇറങ്ങിയ ഒരു വിധത്തില് ഇപ്പൊ നമ്മുടെ അന്നയെ താഴേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ആലീസൻ ഇപ്പൊ അന്നയോട് താഴേക്ക് ഇറങ്ങാൻ പറയും. ആദ്യമോട് പറയും എനിക്ക് പേടിയാന്ന് പറയുമ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല എന്നെല്ലാം പറഞ്ഞ ഒരു വിധത്തില് നമ്മുടെ അന്നയെ ഇവർ താഴേക്കിനെ കെട്ടിയിറക്കാണ്. അത് കഴിഞ്ഞ് ആലീസനും താഴേക്ക് വരും. എന്നിട്ടാണ് ഇവർ രണ്ടുപേരും തീരുമാനിക്കുന്നത് ഇപ്പോൾ അന്നയ്ക്ക് വേണ്ടി എത്ര പേരാണ് മരിച്ചത്, അതുകൊണ്ട് ഇവിടെ എന്തായാലും നമുക്ക് രക്ഷിച്ചേ പറ്റൂ എന്നുള്ളൊരു തീരുമാനം അവരെടുക്കുന്നുണ്ട്. അതേസമയം ഇവിടെ ആ ഒരു രണ്ട് കൊലയാളികളുണ്ടല്ലോ, ഇവർക്ക് രണ്ടുപേർക്ക് ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കാരണം അന്നയെ കണ്ടുപിടിച്ചില്ല, അതുപോലെ ഇവർ തട്ടിക്കൊണ്ടുപോയിട്ട് അന്നയുടെ അച്ഛനോട് കുറെ പണം ചോദിച്ചിരുന്നു. അതുകൊണ്ട് കൂടിയാണ് അവർ മൂന്നുപേരും ഇവിടേക്ക് വരുന്നത്, ആന്റി, ഡാർക്കോ, പിന്നെ അവന്റെ കൂടെയുള്ള വേറൊരുത്തൻ. അപ്പൊ അവരോട് എന്ത് പറയും എന്നുള്ള കാര്യം ഇവർക്ക് അറിയത്തില്ല. ശരി, എന്തായാലും ഞാൻ എന്റെ വഴി ഒരു കാര്യം ചെയ്യാൻ പോവാണെന്ന് അതിലൊരുത്തൻ പറഞ്ഞിട്ട് ഇപ്പൊ അന്നയെ തട്ടിക്കൊണ്ടുപോയ അവന്മാരെ ഇവിടേക്ക് വന്ന ആ ഒരു മൂന്ന് പേർക്ക് ഒരു മെസ്സേജ് അയക്കാണ്. അപ്പൊ ഈ ഒരു മെസ്സേജ് കാണുന്നതും ആന്റി ഡാർക്കോയോട് പറയും അവന്മാര് രണ്ടുപേരും പ്രൊഫഷണൽസ് ആണ്, അതുകൊണ്ട് നമ്മൾ ഇത്തിരി സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാനായിട്ട്, എന്നിരുന്നാലേ നമുക്ക് കുട്ടിയെ കയ്യിലേക്ക് കിട്ടത്തുള്ളൂ എന്ന് പറയുന്നതും ഡാർക്കോ പറയും ഓക്കെ അതെല്ലാം ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞിട്ട്
ഇപ്പൊ ഇവര് മൂന്നുപേരും പ്ലാൻ ചെയ്യുന്നത് എന്താന്ന് വെച്ചാല് നമ്മുടെ അന്നയും പിടിക്കണം, അതേപോലെ തന്നെ ആ ഒരു തട്ടിക്കൊണ്ട് പോയല്ലോ അവന്മാര് രണ്ടുപേരെ ജീവനോടെ തന്നെ തിരിച്ചു പിടിക്കണം. കാരണം വേറെ ഒന്നല്ല, അന്നയുടെ അച്ഛൻ അത്രയും വലിയൊരു ഡോണാണ്, അത്രയും ക്രൂരനായിട്ടുള്ള ഒരാള്. അവന്റെ കയ്യിൽ ഇവരെ കിട്ടിക്കഴിഞ്ഞാൽ ഇവരുടെ അവസ്ഥ എന്തായിരിക്കും? അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം അവിടെ നടക്കുമ്പോഴത്തേക്കും ഇവിടെ നമ്മുടെ ആലീസൺ അന്യനെ കൊണ്ട് ഒരു വിധത്തിൽ ഇവർ ആ ഒരു കാടിന് വെളിയിലേക്ക് വന്നു. കാരണം റോഡ് കണ്ടുപിടിച്ചു. അപ്പോഴേക്കാണ് ഒരു കാർ ഇങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോൾ ആലീസൺ ഓടിച്ചെന്ന് കൈ കാണിക്കുന്നുണ്ട്. പക്ഷെ അതിന് മുന്നേ തന്നെ ആ ഒരു കാർ അങ്ങ് പോകും. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും ഇവർ ആ ഒരു റോഡിലൂടെ നടന്ന് അവസാനം സിറ്റിയിലേക്ക് എത്തി. എന്നിട്ട് മൂന്നുപേരും നേരെ പോകുന്നത് ഒരു പോലീസ് സ്റ്റേഷനിലേക്കാണ്. അങ്ങനെ അവിടെ ചെന്ന് പോലീസിനോട് കാര്യം പറയുമ്പോഴത്തേക്കും സ്റ്റേഷനിൽ അധികം പോലീസുകാരില്ല. കാരണം ഇവിടെ എന്തോ ഒരു വലിയ ഉത്സവം നടക്കുകയാണ്. അതുകൊണ്ട് കൂടുതൽ പോലീസുകാരും ആ ഒരു തെരുവിലാണ്. ഇവിടെ അന്നയെ കൊണ്ടുപോകാനായിട്ട് വന്ന മൂന്നുപേരുണ്ടല്ലോ, അവര് മൂന്നുപേരും അതേപോലെ തന്നെ ആ ഒരു കിഡ്നാപ്പേഴ്സ് അവരെ കാണാൻ വേണ്ടി അവരോട് ആ ഒരു ഡീലിംഗ് സംസാരിക്കാൻ വേണ്ടി ഇതേ ടൗണില് ഒരു ഷോപ്പിനകത്ത് കയറിയിങ്ങനെ ഇരിക്കുന്നു, അവരെ വെയിറ്റ് ചെയ്ത്. അതേസമയം സ്റ്റേഷനകത്താണെങ്കിലോ മറ്റുള്ള പോലീസുകാരെ വിളിക്കാനായിട്ട് എഡ് പറയുമ്പോഴത്തേക്കും ഇതുപോലെ ആ ഒരു ഫെസ്റ്റിവലിൽ അവർ പോയേക്കാണ്, അതുകൊണ്ട് മറ്റുള്ളവരില്ല, അടുത്തൊരു സ്റ്റേഷനിലേക്ക് ഞങ്ങൾ ഇൻഫോം ചെയ്തിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട് നമ്മുടെ അന്നയ്ക്ക് കഴിക്കാൻ വേണ്ടി കുറച്ച് കേക്ക് കൊണ്ടുവന്ന് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് ഈ ഒരു പോലീസുകാരൻ. ഇവിടെ ആ ഒരു ബാറിനകത്ത് കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ വില്ലനും അതേപോലെ തന്നെ അന്നയെ കൊണ്ടുപോകാമെന്ന ആ ഒരു ടീമും ഇവർ രണ്ടുപേരും സംസാരിക്കുമ്പോൾ വില്ലൻ പറയുന്നത് വേറൊന്നുമല്ല, ആദ്യം നിങ്ങൾ പണം താ, അത് കഴിഞ്ഞിട്ട് കുട്ടിയെ കാണിക്കാന്ന് പറയുമ്പോൾ അവർ തിരിച്ചു പറയുമില്ല, ആദ്യം കുട്ടിയെ കാണിക്കുക എന്നിട്ട് പണം തരാന്ന് പറയും. പക്ഷേ വില്ലൻ ഒരിക്കലും പിന്മാറത്തില്ല, അവൻ ആദ്യം പണം തരാൻ തന്നെയാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഡാർക്കോ അവൻ ട്രിക്ക് മാറ്റാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും ഈ ഒരു വില്ലൻ പറയും, ദേ ഞങ്ങളെ കളിപ്പിക്കാനാണ് നിങ്ങളുടെ ശ്രമമെങ്കിൽ ഇതിനു മുന്നേ ഒരു ആൺകുട്ടിയെ ഞങ്ങൾ തട്ടിക്കൊണ്ടുപോയി. ആ ഒരു കുട്ടിക്ക് സംഭവിച്ചെന്താണെന്നറിയോ? അവരുടെ മാതാപിതാക്കളെ ഇതുപോലെ പണം തരുന്നു പറഞ്ഞ് കുറച്ച് ന്യൂസ് പേപ്പറാണ് ഞങ്ങൾക്ക് തന്നത്. അതറിഞ്ഞതും ഞങ്ങൾ ആ ഒരു കുട്ടിയെ കൊന്നുകളഞ്ഞു. അതുപോലെ ഇത് സംഭവിക്കേണ്ടതുണ്ടെങ്കിൽ പണം തരാൻ പറയുമ്പോൾ ഇവിടെ സ്റ്റേഷനുള്ളിൽ ഈ ഒരു പോലീസുകാരൻ കുറെ നേരമായിട്ട് ഇവരെ ഇവിടെ പിടിച്ചിരുത്തിയേക്കാണ്. കാരണം വേറെ ആരും വരുന്നതുമില്ല, ഒന്നും സംഭവിക്കുന്നതുമില്ല. അങ്ങനെ ആ ഒരു ഓഫീസറുടെ നേരെ അകത്തേക്ക് കയറി പോകുമ്പോൾ എഡ് ആലിസിനോട് പറയും, നമുക്കിവിടെ എന്തായാലും ഇരിക്കേണ്ട, കാരണം എനിക്ക് തോന്നുന്നു ഈ ഒരു പോലീസുകാരനും ആ ഒരു കിഡ്നാപ്പർ അവരുമായിട്ട് എന്തെങ്കിലും ബന്ധം ഉണ്ടാവുന്നു, അതുകൊണ്ട് നമുക്ക് റിസ്ക് എടുക്കേണ്ട, ഈ ഒരു പെൺകുട്ടിയെ ഇവിടെ നിന്ന് കൊണ്ടുപോകാന്നും പറഞ്ഞ് ഇവര് രണ്ടുപേരും എഴുന്നേറ്റ് പോകാനായിട്ട് വരുമ്പോൾ അവിടുത്തെ ഡോറ് ലോക്ക് ചെയ്തേക്കാണ്. അതുമല്ല ആ ഒരു ഓഫീസർ വെളിയിലേക്ക് വന്നിട്ട് ഇവരെ അവിടെ തടഞ്ഞു നിർത്തി അവരോട് പറയും, ആ ഒരു പെൺകുട്ടിയെ ഇവിടെ ഇരുത്തിയിട്ട് നിങ്ങൾ പൊയ്ക്കോളാൻ പറയുമ്പോൾ എഡ് എന്താ ചെയ്യുന്ന വെച്ചാൽ ഒരു കത്തി അവിടെ നിന്ന് എടുത്ത് ആ ഒരു ഓഫീസറിന് നെറുകയെ ചൂണ്ടിയിട്ട് അവൻ അങ്ങനെ പേടിച്ച് നിൽക്കുമ്പോഴത്തേക്കാണ് വേറെ ഒന്നും അല്ല, ഈ ഒരു പോലീസുകാരൻ പാവം തന്നെയായിരുന്നു. കാണിക്കുമ്പോഴത്തേക്ക് അയാളുടെ ദേഹത്തേക്ക് ഒരു ബുള്ളറ്റ് വന്ന് കൊള്ളുന്നു. വേറെ ആരുമല്ല, ആ ഒരു വില്ലന്റെ കൂടെയുള്ള വേറൊരുത്തനുണ്ടല്ലോ, അവൻ ഇപ്പോൾ ഒരു സ്നൈപ്പറും വെച്ചിട്ട് ആ ഒരു പോലീസ് സ്റ്റേഷനകത്തേക്ക് ഷൂട്ട് ചെയ്യാണ്. അതുമല്ല ഇവിടെ ആ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ഫയർ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് ഈ ഒരു ശബ്ദവും അധികം വെളിയിൽ കേൾക്കത്തുമില്ല. അങ്ങനെ ഈ ഒരു വില്ലൻ അത് ചെന്ന് വെച്ചാൽ ഈ പോലീസ് സ്റ്റേഷന്റെ അകത്തേക്ക് ഒരുപാട് തവണ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് അതിനകത്തുള്ള ലൈറ്റ് എല്ലാം പൊട്ടിപ്പോയിട്ട് ഇപ്പോൾ നല്ല രീതിയിൽ ഇരുട്ടായി. അപ്പോൾ വെടികൊണ്ട് കിടക്കുന്ന ആ ഒരു പോലീസാണല്ലോ, അയാളുടെ കൊളീഗിനെ വിളിക്കുന്നുണ്ട് ബാക്കപ്പിന് വേണ്ടി. പക്ഷെ അയാളാണെങ്കിലോ വെളിയിൽ കാണിക്കുമ്പോൾ അയാളെ ആൾറെഡി തന്നെ വെടിവെച്ച് കൊന്നിട്ടുണ്ട്. അപ്പോഴേക്കാണ് നമ്മുടെ എഡ് ആ ഒരു ഓഫീസറിനോട് ചോദിക്കുന്നത്, ഓക്കെ ഇതിന്റെ പുറകിലൂടെ പോകാനായിട്ട് ഒരു എക്സിറ്റ് ഇല്ലേ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയും അതുകൊണ്ട്. അതിന്റെ കീ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അത് കാണിച്ചു കൊടുക്കാനായിട്ട് വരുന്നതും ആ ഒരു ഓഫീസറിന്റെ തലയിലേക്ക് ഷൂട്ട് ചെയ്ത് അയാളെ കൊല്ലുന്നു. അങ്ങനെ നമ്മുടെ എഡ് എന്താ ചെയ്ത് വെച്ചാൽ ആ ഒരു പോലീസുകാരന്റെ പോക്കറ്റിൽ നിന്നും ആ ഒരു കീ എടുത്തിട്ട് ഇഴഞ്ഞിഴഞ്ഞി ഇവരെ രണ്ടുപേരോടും പുറകിൽ വരാൻ പറയും. അങ്ങനെ ഒരു വിധത്തിൽ ഈ ഒരു സ്റ്റേഷന്റെ പുറകിലേക്ക് ചെന്ന് ബാക്ക് ഡോർ തുറന്ന് ഇവർ മൂന്നുപേരും വെളിയിലേക്ക് ഇറങ്ങും. എന്നിട്ട് നടന്ന് ആ ഒരു ഫെസ്റ്റിവൽ നടക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് ചെന്ന് ഇപ്പൊ അവിടെയുള്ള ആളുകളുണ്ടല്ലോ അവരുടെ ഇടയിലേക്ക് അങ്ങനെ കയറുകയാണ്. ഇവിടെ ആ ഒരു വില്ലനാണെങ്കിലോ അവനും ഇവരുടെ അടുത്തേക്ക് വന്നിട്ട് ഇപ്പൊ ആളുകളുടെ ഇടയിലേക്ക് കയറി നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല. അപ്പോഴേക്കാണ് ഇവിടെയുള്ള ഒരുത്തന്റെ കയ്യിൽ നിന്ന് ഒരു മാസ്ക് എടുത്ത് അവൻ തലയിലേക്ക് ഇട്ട് അവൻ അവിടെ നിന്ന് പോകുന്നു. ഇവിടെ ആ ഒരു ബാറിനകത്ത് കാണിക്കുമ്പോഴത്തേക്കും ഇവര് രണ്ടുപേരും പരസ്പരം സംസാരിച്ച് കഴിഞ്ഞില്ല. ഡാർക്കോ എത്ര ചോദിച്ചിട്ടും അവൻ പണത്തിന്റെ കാര്യം പറയുമ്പോഴത്തേക്കും ഡാർക്കോയ്ക്ക് മനസ്സിലായി എന്തായാലും ആ ഒരു പെൺകുട്ടി ഇവനോടൊപ്പം ഇല്ല എന്നുള്ള കാര്യം. അങ്ങനെ ഇവിടെ കാണിക്കുമ്പോൾ എഡിനെ ആലിസിനെ അന്നേനെയും ആ ഒരു കൊലയാളി ഉണ്ടല്ലോ അവനിപ്പോ കണ്ടുപിടിച്ച് പുറകെ വരുന്നുണ്ട്. എന്നിട്ട് ഇവരവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും നമ്മുടെ എഡിനെ ഷൂട്ട് ചെയ്തങ്ങ് താഴെയിടും. അതുമല്ല അന്നയെ കൊണ്ടുപോകാനായിട്ട് വന്ന മൂന്നുപേരുണ്ടല്ലോ അതിൽ പേരറിയാത്ത ഒരുത്തനുണ്ടായിരുന്നു പറഞ്ഞു. അവൻ ഇപ്പൊ ഈ ഒരു ഗ്രൂപ്പിലേക്ക് വന്നിട്ട് ആ ഒരു വില്ലനെ കണ്ടുപിടിച്ച് അവനെ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും വില്ലൻ പെട്ടെന്ന് അവന്റെ കയ്യിൽ ചെറിയൊരു തോക്കുണ്ടായിരുന്നു, അതെടുത്ത് ഈ രക്ഷിക്കാനായിട്ട് വന്ന അവനെ ഷൂട്ട് ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ എഡിനെ ഷൂട്ട് ചെയ്തങ്ങ് കൊല്ലുകയാണ്. അതുകൊണ്ട് അവര് രണ്ടുപേരും അവിടെ വെച്ച് മരിച്ചു. ഇനിയിപ്പോ ബാക്കിയുള്ളത് ആലീസനും അന്നയും മാത്രം. അങ്ങനെ ഇവര് രണ്ടുപേരും ആ ഒരു ആളുകളുടെ ഇടയിലൂടെ അങ്ങനെ ഓടി പോകുമ്പോഴത്തേക്കാണ് ആലീസിന്റെ കയ്യിൽ നിന്നും അന്നയുടെ പിടിയങ്ങ് വിട്ടുപോയി. അവൾ ഒറ്റയ്ക്കായി പോയി. പക്ഷേ നമ്മുടെ ആലീസൻ വീണ്ടും വന്നിട്ട് ഒരു വിധത്തിൽ അന്നയെ കണ്ടുപിടിച്ച് അവിടെ നിന്ന് ഇങ്ങനെ ഓടിപ്പോകുന്നതും ഇവിടെ ആ ഒരു ബാറിനകത്ത് കാണിക്കുമ്പോഴത്തേക്കും ആ ഒരു ഇവരുടെ കൂടെയുള്ള ഒരുത്തനുണ്ടല്ലോ അവന് വെടികൊണ്ട് താഴെ കിടക്കുമായിരുന്നു. അവനിപ്പോ ഡാർക്കോട് വിളിച്ച് പറയുന്നുണ്ട് പെൺകുട്ടി ഇവരോടൊപ്പം ഇല്ല, അവർ കള്ളം പറയാനെന്ന് പറയുന്നതും ഡാർക്കോ അടുത്തിരിക്കുന്ന ഗ്ലാസ് എടുത്ത് ആ ഒരു വില്ലന്റെ തലയിലേക്ക് ഒരു ഒറ്റയടി. എന്നിട്ട് ഇവര് രണ്ടുപേരും ഫൈറ്റ് ചെയ്യും. അതുമല്ല ഡാർക്കോടെ കയ്യിൽ പണം ഇരിക്കുന്നത് കൊണ്ട് രണ്ടുപേരും അടി കൂടി നേരെ ആ ഒരു ഗ്ലാസ് എല്ലാം തകർത്ത് നേരെ വെളിയിലേക്ക് വന്ന് വീഴുന്നതും ആന്റി ഉണ്ടല്ലോ അവൻ വെളിയിലുണ്ടായിരുന്നു. പെട്ടെന്ന് തോക്കെടുത്ത് ആ ഒരു വില്ലനെ ഷൂട്ട് ചെയ്യുന്നുണ്ട്.
പക്ഷെ ബുള്ളറ്റ് കൊണ്ടിട്ടും അവൻ ആ ഒരു പണം അടങ്ങിയ പെട്ടിയും കൊണ്ട് അവിടെ നിന്ന് ഓടി അങ്ങ് രക്ഷപ്പെടുകയാണ്. അതേസമയം ഇവിടെ ആന്റി ആണെങ്കിലോ ഓടി വന്നിട്ട് അവന്റെ കൂടെയുള്ള മരിക്കാനായിട്ട് കിടക്കുന്ന അവനെ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും അവന്റെ കാര്യം എന്താണെന്ന് അറിയത്തില്ല. എന്നിരുന്നാലും അന്നയെ രക്ഷിക്കണമല്ലോ. അതുകൊണ്ട് തന്നെ അവന്റെ കയ്യിൽ ഒരു തോക്കും എടുത്ത് ആന്റി അവിടെ നിന്ന് പോകുന്നു. ഇവിടെ നമ്മുടെ ആലീസൺ അന്നയെ കൊണ്ട് ഓരോ വീടിന്റെ ഡോറിൽ ഇങ്ങനെ തട്ടുന്നുണ്ടെങ്കിലും അധികം ആരും അങ്ങനെ തുറക്കുന്നില്ല. അങ്ങനെ 2-3 വീട്ടിലിങ്ങനെ തട്ടിയിട്ട് അവസാനം ഒരു വീട്ടിലേക്ക് വന്ന് ഡോറിലിങ്ങനെ തട്ടുമ്പോൾ ആ ഒരു വീട്ടിലെ ആള് ഡോർ തുറക്കുന്നതും ഇവർ രണ്ടുപേരും ആ ഒരു വീടിനകത്തേക്ക് കയറി പോകും. അപ്പൊ ആ ഒരു കൊലയാളി ഒരു മാസ്ക് വിട്ട് ഇവരുടെ പുറകെ തന്നെ വരുന്നുണ്ട്. അങ്ങനെ ഇവര് രണ്ടുപേരും അകത്തേക്ക് കയറി പോകുന്നതും ഈ ഒരു കില്ലർ ആ ഒരു കാര്യം കണ്ട് ഇവരുടെ പുറകെ വന്ന് പാവം ആ ഒരു വീടിനകത്ത് താമസിക്കുന്ന അയാളെ അങ്ങ് ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു. അപ്പൊ ഇവര് രണ്ടുപേരും അവിടെ നിന്ന് അടുത്തുള്ള ഒരു റൂമിനകത്തേക്ക് കയറി പോയിട്ട് ഈ വീടിന്റെ പുറകിലത്തെ ആ ഒരു കിച്ചൺ ഭാഗമുണ്ട് അവിടുത്തെ ആ ഒരു ജനാല അടിച്ച് തകർത്തിട്ട് പുറത്തേക്ക് പോകാനായിട്ട് നമ്മുടെ ആലിസൺ ഇങ്ങനെ ശ്രമിക്കുകയാണ്. അതേസമയം അകത്തേക്ക് കയറിയ ആ ഒരു വില്ലനാണെങ്കിലോ മുന്നിലത്തെ ഡോർ അങ്ങ് ലോക്ക് ചെയ്തു. കാരണം ഇനി ഇവർക്ക് മുന്നിലൂടെ പോകാനായിട്ട് കഴിയത്തില്ല. അതുമല്ല ഇവൻ ആ ഒരു വീടിനകത്ത് തീയും വെക്കുന്നുണ്ട്. അങ്ങനെ അവിടെ മുഴുവനായിട്ട് തീ പിടിക്കുന്നതും ഇവൻ അകത്തേക്ക് കയറി വരുമ്പോൾ നമ്മുടെ ആലീസൺ അവിടെയുള്ള ചെയറും പാത്രങ്ങളും ഇതെല്ലാം പെറുക്കി അവന്റെ മുഖത്തേക്ക് ഇങ്ങനെ എറിയാണ് അവൻ അടുത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി. അന്നയാണെങ്കിലോ ഇതെല്ലാം കണ്ട് പേടിച്ച് ഒരിടത്ത് ഇങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ ആ ഒരു വില്ലനകത്തേക്ക് കയറി വന്നിട്ട് നമ്മുടെ ആലിസനെ പിടിച്ച് അവിടെ എല്ലാം നല്ലതുപോലെ ഇടിക്കും. കാരണം ആലിസൻ അവനോടൊപ്പം പിടിച്ചെടുക്കാൻ കഴിയത്തില്ല. എന്നിട്ട് അവളെ ഒരിടത്തേക്ക് ചേർത്ത് നിർത്തി അവളുടെ കഴുത്ത് ഞെരിച്ച് കൊല്ലാനായിട്ട് വരുമ്പോൾ പെട്ടെന്നൊരു കപ്പ് വന്ന് അവന്റെ തലയിലേക്ക് കൊള്ളുന്നുണ്ട്. ആരാന്ന് വെച്ചാൽ നമ്മുടെ അന്നയാണ്. അവനെ എറിഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് ഓടി വെളിയിലേക്ക് വരാനായിട്ട് ആ ഒരു മെയിൻ ഡോർ തുറക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്ക് അത് ലോക്കായി കിടക്കില്ലേ. അവൾക്ക് വെളിയിലേക്ക് പോകാനായിട്ട് കഴിയത്തില്ല. ആ ഒരു സമയം നമ്മുടെ ആലിസൺ ഒരു പ്ലേറ്റ് എടുത്ത് അവന്റെ തലയിലേക്ക് ഒരു ഒറ്റയടി എന്നിട്ട് അവനെ അടിച്ച് താഴേക്കിട്ട് ഇപ്പൊ ഇവര് രണ്ടുപേരും ഈ ഒരു വീടിന്റെ മുകളിലത്തെ റൂമിലേക്ക് ഓടിക്കയറും. എന്നിട്ട് അകത്തേക്ക് കയറി ആ ഒരു ഡോർ ഉടച്ച് വലിയൊരു മേശയും കൊണ്ടുവന്ന് അതിനടുത്തേക്ക് ചാരി വെക്കുന്നുണ്ട് അവൻ തുറക്കാതിരിക്കാൻ വേണ്ടി. അപ്പോഴേക്കും നമ്മുടെ അന്നയാണെങ്കിലോ ആ ഒരു കട്ടിലിനടിയിലേക്ക് കയറി ഒളിച്ചിരിക്കും. ഇപ്പൊ ആ ഒരു വില്ലനെ കാണിക്കുമ്പോൾ അവൻ ആ ഒരു ഡോറും തള്ളി തുറന്ന് അകത്തേക്ക് വരുന്നത് നമ്മുടെ ആലീസൺ അവനോട് ഫൈറ്റ് ചെയ്യാണ്. അങ്ങനെ ഫൈറ്റ് ചെയ്ത് അവസാനം ആലീസന്റെ ബോധം പോയിട്ട് അവൾ നേരെ താഴേക്ക് ഒന്ന് വീഴുന്നു. അതുമല്ല ഈ ഒരു വീടാണെങ്കിൽ ഇപ്പോൾ നല്ലതുപോലെ തീ പിടിച്ചിട്ടുണ്ട്. ഇവരാണെങ്കിൽ മുകളിലത്തെ നിലയിലും. എന്നിട്ട് അവൻ ആ ഒരു കട്ടിലെടുത്ത് പൊക്കി മാറ്റുന്നതും നമ്മുടെ അന്ന ഇപ്പൊ അവിടെ നിന്ന് എഴുന്നേറ്റ് പേടിച്ചിങ്ങനെ മാറി നിൽക്കുമ്പോൾ അവൻ അന്നയെ പിടിക്കാനായിട്ട് വരുന്നതും ആലിസൺ അങ്ങനെ കണ്ണു തുറന്നിട്ട് പെട്ടെന്ന് ഒരു ജാർ എടുത്തുകൊണ്ട് വന്ന് വില്ലന്റെ തലയിലേക്ക് ഒരു ഒറ്റയടി. അത് കഴിഞ്ഞ് അവനെ തള്ളി ആ ഒരു ജനാല വഴി ഒരു വീടിന് താഴെക്കിടും. അത്ര ഉയരമുള്ളത് കൊണ്ട് അവൻ നേരെ താഴേക്ക് വീണിട്ട് അവന്റെ കാര്യം അപ്പൊ തന്നെ കഴിഞ്ഞു. എന്നിട്ട് നമ്മുടെ അന്നയെ ആലിസൺ പൊക്കിയെടുത്ത് അടുത്തുള്ളൊരു ചെടിയുണ്ട് അതിന് മുകളിലേക്ക് ഒരു ഒറ്റയേറ്. അപ്പൊ ഈ ഒരു ചെടിയുടെ മുകളിലേക്ക് വീണത് കൊണ്ട് അന്നയ്ക്കും കുഴപ്പമില്ലാതെ അവള് താഴേക്ക് വന്നു. പക്ഷെ ആലിസന് താഴേക്ക് ഇറങ്ങാൻ കഴിയത്തില്ല. കാരണം ഈ ഒരു വീടിപ്പം നല്ലതുപോലെ തീ പിടിച്ച് അവൾ ആകെ ക്ഷീണിച്ചു പോയല്ലോ. പുകയും കൊണ്ട് അവൾക്ക് നല്ലതുപോലെ ശ്വസിക്കാൻ കഴിയാത്തത് കൊണ്ട് അവളുടെ ബോധം പോയിട്ട് അവൾ താഴെ വന്ന് വീഴുന്നു. അങ്ങനെ ആലിസൺ മരിക്കുമെന്നുള്ളൊരു അവസ്ഥയാകുമ്പോഴത്തേക്കും അതിനു മുന്നേ തന്നെ ഈ ഒരു ഫയർഫോഴ്സ് അവര് പെട്ടെന്ന് അകത്തേക്ക് കയറി വന്ന് നമ്മുടെ ഈ ആലിസനെ രക്ഷപ്പെടുത്തി നേരെ താഴേക്ക് കൊണ്ടുവരാണ്. കാരണം അവർ ഈ തീപിടുത്തായതുകൊണ്ടാണ് ഇവിടേക്ക് വന്നത്. അങ്ങനെ ഈ ഒരു സംഭവങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ കാണിക്കുമ്പോഴത്തേക്കും ഇനി ഒരു വില്ലനും കൂടിയുണ്ട്. ആ ഒരു പണമായിട്ട് രക്ഷപ്പെട്ടവൻ. അവനിപ്പോ അവന്റെ കാറിൽ കയറി രക്ഷപ്പെട്ട് പോകാനായിട്ട് വരുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ആന്റി അവിടേക്ക് വന്ന് ആ ഒരു വണ്ടിയുടെ ഡോർ ഇടിച്ച് പൊളിച്ച് അവനെ വലിച്ച് താഴേക്കിടും. അത് കഴിഞ്ഞ് ഇവരെല്ലാവരും കൂടി ചേർന്ന് ആ ഒരു വില്ലനെ നേരെ അന്നയുടെ അച്ഛന്റെ അടുത്തേക്ക് കൊണ്ടുവരാണ്. കാരണം അയാൾ ഇപ്പൊ അയാളുടെ മകളെ അന്വേഷിച്ച് ഇവിടേക്ക് വന്നു. അങ്ങനെ അയാളുടെ മുന്നിലേക്ക് ചെന്നിട്ട് അയാൾ എന്റെ മകൾ എവിടെ നിന്ന് ചോദിക്കുമ്പോൾ അപ്പോഴാ ഒരു വില്ലൻ അടങ്ങിയിരിക്കുമെന്നാണ്. അയാളോട് വില വേശാൻ നിൽക്കുന്നു, എനിക്ക് ഇത്ര പണം വേണമെന്നല്ല. അയാൾ വെറുതെ വിടോ? ഒരിക്കലുമില്ല. അവന്റെ കാര്യത്തിൽ എന്തായാലും തീരുമാനമായി. ഇവിടെ നമ്മുടെ ആലീസിനെ അന്നേനെ കാണിക്കുമ്പോൾ ഇവരെ രണ്ടുപേരും ഒരു ആംബുലൻസിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ്. അപ്പോഴാണ് ഇവര് രണ്ടുപേരും സേഫ് ആയിട്ട് രക്ഷപ്പെട്ടു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവുന്നത്. അതോടെ ഈ ഒരു മൂവിയും അവസാനിക്കാണ്. അപ്പോൾ ഒരു ചെറിയ പെൺകുട്ടി കാരണം എത്ര പേരാണ് ഈ ഒരു സിനിമയിൽ മരണപ്പെട്ടതെന്ന് നോക്കണേ. അപ്പോൾ മൊത്തത്തിലുള്ള ഈ കഥ എന്താന്ന് വെച്ചാല് ഇതുപോലെ ആരെങ്കിലും വഴിയിൽ കിട്ടിക്കഴിഞ്ഞാല് രക്ഷപ്പെടുത്താൻ പോവേ ചെയ്യരുത്. അവസാനം ഇതുപോലെ പണി കിട്ടും. ഹേയ്, അതെല്ലാം വെറുതെ പറഞ്ഞതാണ്. നമ്മളെ കൊണ്ട് ഒക്കുന്ന സഹായം എന്തായാലും മറ്റൊരാൾക്ക് ചെയ്യാൻ ശ്രമിക്കുക. അതും നമ്മുടെ ജീവന് കൂടി പ്രാധാന്യം കൊടുത്തുകൊണ്ട്. ഇത്ര മാത്രമേ ഉള്ള. അപ്പോൾ അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരയ്ക്കും ബൈ.